അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു വീഡിയോ, ഒരു സംഭാഷണം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സംഭാഷണം ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് ഏറ്റവും വലിയ പെണ്ണുങ്ങൾക്ക് പരാജയമുള്ള ഒരു സംഭാഷണമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വീഡിയോ പോകുന്നത് പെണ്ണുങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിട്ടാണ് ഇത് പോകുന്നത്. അതായത് ഒരു അച്ഛനൊരു മകളുണ്ടെങ്കിൽ ആ മകള് ജീവിതകാലം മുഴുവൻ അച്ഛന്റെ ഒപ്പം ഉണ്ടാവുന്നും, പുരുഷന്മാരങ്ങനെ അച്ഛന്റെ ഒപ്പം അല്ലെങ്കിൽ ഉപ്പാന്റെ ഒപ്പം ഒന്നും നിൽക്കൂല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വീഡിയോസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത് ഇന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം കറക്റ്റ് പറഞ്ഞുതരാം. ഒരു ഉപ്പ എഴുതിയ വരികളാണ്. എന്റെ മകൻ എന്റെ മകനാണ്, അവനൊരു ഭാര്യ വരുന്നത് വരെ. എന്റെ മകൾ എന്റെ മകൾ തന്നെയാണ്, എന്റെ മരണം വരെ. എന്നിട്ട് മ്യൂസിക്കും അച്ഛന്റെ. അതായത് ഒരു പുരുഷൻ, ഒരു മകൻ വന്നിട്ട് മകൻ തന്നെയാണ്, ഒരു ഭാര്യ വരുന്നവർക്ക്. ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ മകനാകില്ല, അവൾ അടിച്ചുകൊണ്ടുപോയി അച്ഛനെ മറക്കുന്നുള്ളതാണ്. എന്നിട്ട് മകളെ കുറിച്ച് പറയുമ്പോൾ മകള് ജീവിതകാലം മുഴുവൻ മകള് തന്നെയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വന്നാലും ഒരിക്കലും ആ മകള് അച്ഛനെ വിട്ട് പോകില്ല, അല്ലാതെ ഉപ്പാനെ വിട്ട് പോകില്ല. എങ്ങനെ പോവുക? മറ്റുള്ള വീട്ടിലുള്ള ഒരു ഉപ്പാന്റെ മകനെ അടിച്ചുകൊണ്ട് വന്നില്ലേ? അപ്പൊ കുറ്റം ഈ പെണ്ണിലെ ചെയ്യുന്നത്, ഇത് രണ്ടും ചെയ്യുന്നത് ഈ പെണ്ണ് തന്നെയാണ്. എന്നിട്ട് ഈ പെണ്ണുങ്ങളെ പൂഴ്ത്തിക്കൊണ്ട് മാത്രം ഈ ഒരു സൈഡ് മാത്രം ഈ വീഡിയോ പോവാണ്. ഈ വീഡിയോന് എല്ലാവരും ഇങ്ങനെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറഞ്ഞ രീതിയിലുള്ള കമന്റുകളൊക്കെ അടിച്ചു പോകുന്നത്. ഇത് രണ്ടും ചെയ്യുന്നത് പെണ്ണ് തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പെണ്ണാണ് പ്രശ്നം. പക്ഷെ ഈ വീഡിയോയില് പറഞ്ഞു വെക്കുന്നതും ഈ വീഡിയോ പോകുന്ന ആൾക്കാരുടെ കമന്റും അങ്ങനെയല്ല വരുന്നത്, വളരെ വ്യത്യസ്തമാണ്. ഒന്നും കൂടെ ഞാൻ കേൾപ്പിച്ചുതരാം. ഇവര് പറഞ്ഞത് മനസ്സിലായവര് കമന്റിൽ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് ഇതില് മനസ്സിലായിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഒരു വിശദീകരണം തന്നാണ്. ഒന്നും കൂടെ കേൾക്കുക, നല്ല കേൾക്കുക. ഒരു ഉപ്പ എഴുതിയ വരികളാണ്. എന്റെ മകൻ എന്റെ മകനാണ്, അവനൊരു ഭാര്യ വരുന്നത് വരെ. അതൊരു എന്റെ മകൾ എന്റെ മകൾ തന്നെയാണ്, എന്റെ മരണം വരെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്താണത്? മനസ്സിലായ ഒരു പ്രിയ സുഹൃത്തുക്കളെ കമന്റിൽ പറയും.